ഓം ഗം ഗണപതയേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശം സരസ്വത്യേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പ്രണോ ദേവി സരസ്വതി വാജേഭിർവാജിനീവതി ധീനാമവിത്രവതു. ഓം ശം സരസ്വത്യേ നമഃ. ഗിരാമാഹുർദേവീം ദ്രുഹിണഗൃഹിണീം ആഗമവിദോ ഹരേഃ പത്നീം ഹര സഹചരിമദ്രിതനയാം തുരീയാകാപി ത്വം ദുരധിഗമനിസ്സീമമഹിമാ മഹാമായാ വിശ്വം ഭ്രമയതി പരബ്രഹ്മമഹിഷി. ഹരി ഓം. എല്ലാ ശാസ്ത്രകുതുകികളും സംസ്കൃത പണ്ഡിതരുമായ എല്ലാ ശ്രോതാക്കൾക്കും വിനീതമായ നമസ്കാരം. വളരെ കാലമായി നിങ്ങളെല്ലാവരെയും കാണണമെന്നുണ്ടായിരുന്നെങ്കിലും ഈശ്വരൻ ഇന്നാണ് അതിനൊരു അവസരം ഉണ്ടാക്കി തന്നത്. എന്തായാലും ഇന്ന് വളരെ വിശേഷമായിട്ടൊരു ദിവസമാണ്. പ്രത്യേകിച്ചും ഭാരതത്തിലെ ശക്തി സങ്കല്പത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് നമ്മൾ വിചാരിച്ചിട്ടല്ലെങ്കിലും നല്ലൊരു ദിവസം തന്നെ വന്നു ചേരുന്നത് ഈശ്വരാനുഗ്രഹമാണ്. ഇന്ന് നമുക്കറിയുന്നത് പോലെ ശ്രീ ശാരദാദേവിയുടെ ജയന്തിയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആ ജഗദംബികയുടെ പ്രത്യക്ഷമൂർത്തിയായി ഈ ഭാരതത്തിൽ വാണരുളിയ ശ്രീ ശാരദാംബികയുടെ ഈ ജന്മദിനത്തിൽ തന്നെ ജഗദംബികയെ ശാരദാദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കാമെന്ന് കരുതുന്നു. ഭാരതീയ ശാസ്ത്രങ്ങളിൽ ശക്തി സങ്കല്പം എന്നുള്ളതാണ് എനിക്ക് വിഷയമായി നൽകിയത്. അപ്പോൾ ഈ ഭാരതീയ ശാസ്ത്രങ്ങളിൽ ശക്തി സങ്കല്പം എന്ന് പറയുമ്പോൾ വളരെ അതൊരു അക്കാദമിക്കായിട്ടുള്ളൊരു വിഷയമായിട്ട് വരും. എന്തായാലും അതിനെക്കുറിച്ച് എനിക്ക് സാധിക്കുന്നത് മാതിരി ഇത്രയും വലിയൊരു വിഷയം, ഭാരതീയ ശാസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അത് അന്തമില്ലാത്തൊരു മഹാസാഗരമാണ്. ആ മഹാസാഗരത്തിൽ ഈ ശക്തി സങ്കല്പം എന്ന് പറയുന്നതായ ഒരു വിഷയം അത് വളരെ ഗഹനവും വളരെ വിസ്തൃതവും ആയൊരു വിഷയമാണ്. അത് എന്നെപ്പോലെയുള്ള ഒരാൾക്ക് അത് അവതരിപ്പിക്കാൻ സാധിക്കുമോ എന്നറിയില്ല. എന്തായാലും ആവും വിധത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഇതിനെ അവതരിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു. ഭാരതീയ ശാസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവയെല്ലാം 18 വിദ്യാസ്ഥാനങ്ങളെയാണ് ഭാരതീയ ശാസ്ത്രങ്ങൾ എന്നുള്ള പദം കൊണ്ട് നമ്മൾ സാധാരണയായിട്ട് സൂചിപ്പിക്കാറുള്ളത്. 4 വേദങ്ങൾ, 4 ഉപവേദങ്ങൾ, 6 വേദാന്തങ്ങൾ, മീമാംസ, ന്യായം, പുരാണം, ധർമ്മശാസ്ത്രം, ഇത്രയും ചേരുന്നതായ 18 മഹാസാഗരം. ഇതിൽ ഓരോന്ന് തന്നെ എടുത്ത് ഒരു ജന്മം കൊണ്ട് പോലും തീർക്കാൻ സാധിക്കാത്ത അത്രയും വിസ്തൃതമായിരിക്കുന്ന ഒരു 18 അംഗങ്ങളോടുകൂടിയ മഹാസാഗരം. ഈ മഹാസാഗരത്തിൽ എന്താണ് ശക്തിയുടെ സങ്കല്പം? എവിടെയാണ് ശക്തി എന്ന സങ്കല്പം ഈ മഹാസാഗരത്തിൽ കാണപ്പെടുന്നത് എന്ന ഒരു ചർച്ച, അത് നമ്മളുടെ ഒരു മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒന്നും തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്കൊരു ചെറിയ ഒരു കിളിവാതിൽ മാത്രമാണ് ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച. തീർച്ചയായും ഇത് കൂടുതൽ പഠനത്തിലേക്കും കൂടുതൽ അഗാധമായ ചിന്തകളിലേക്കും നമ്മളെ നയിക്കുവാൻ ഈ ഒരു ചർച്ച ഒരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഭാരതീയ ശാസ്ത്രങ്ങളിൽ ശക്തിസങ്കല്പം എവിടെ തുടങ്ങുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് വേദത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വൈദിക സാഹിത്യത്തിൽ ശക്തിസങ്കല്പം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മൾ ഭാരതത്തിലെ മാത്രമല്ല സെമിറ്റിക് മതങ്ങളുടെ
പ്രഭാവത്തിനു മുമ്പുണ്ടായിരുന്ന മതങ്ങൾ, അതായത് പ്രാചീനങ്ങളായ സംസ്കൃതികൾ, അത് മെസപ്പൊട്ടോമിയൻ ആണെങ്കിലും അത് റോമൻ ആണെങ്കിലും അത് ഗ്രീക്ക് ആണെങ്കിലും അത് ഈജിപ്ഷ്യൻ ആണെങ്കിലും അത് ചൈനയിലെ സംസ്കൃതിയാണെങ്കിലും എല്ലാ സംസ്കൃതികളിലും നമുക്ക് ഒരേപോലെ കാണാൻ പറ്റുന്ന, ഇത് നമുക്കറിയുന്ന, അല്ലെങ്കിൽ മായൻ സംസ്കൃതി, അമേരിക്കയിലെ പഴയ പ്രാചീന സംസ്കൃതിയാണെങ്കിലും ഓസ്ട്രേലിയയിലെ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ പ്രധാന സംസ്കൃതികളാണെങ്കിലും ഇതിലെല്ലാം നമുക്ക് ഒരേപോലെ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാതൃസങ്കല്പമാണ്. ദേവതകൾ ഒരു പൗരുഷത്തോടു കൂടിയ ദേവതകൾ ഉള്ളതോടൊപ്പം തന്നെ ദേവതകൾക്ക് മാതൃഭാവവും അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഭാവവും ഉണ്ടാകാം എന്ന ഒരു ഭാവം, ഒരു ചിന്ത നമ്മുടെ ഭാരതീയം മാത്രമല്ല ലോകത്തിലെ എല്ലാ സംസ്കൃതികളിലും നമുക്ക് ഒരേപോലെ ദർശിക്കുവാൻ സാധിക്കും. പിന്നീട് ഈ ജൂതസംസ്കൃതി മുതൽ ഒരു ജൂതവും ഇസ്ലാമികവും ഒപ്പം ക്രൈസ്തവവുമായ ചിന്തകൾ വരുമ്പോൾ പതുക്കെ പതുക്കെ അതൊരു മാതൃസങ്കല്പത്തിൽ നിന്ന് പിതൃസങ്കല്പത്തിലേക്ക് മാറുന്ന ഒരു ഭാവം നമുക്ക് കാണാൻ സാധിക്കും. ദൈവം ഒരു പുരുഷനാണ് എന്ന ഒരു ഭാവത്തിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുമാതിരി പക്ഷേ ഭാരതത്തിൽ ദൈവം എന്ന സങ്കല്പം എന്താണ്, ദൈവസങ്കല്പം എന്ന് ആരംഭിച്ചിട്ട് വേണം അത് ചിന്തിക്കും മാത്രമേ നമുക്കതിൽ ശക്തി സങ്കല്പത്തെ കാണാൻ സാധിക്കുള്ളൂ. എന്താണ് ഭാരതീയരുടെ ദൈവസങ്കല്പം? ഭാരതീയരുടെ ദൈവസങ്കല്പത്തിന് 3 തലങ്ങളുണ്ട്. ഒന്ന്, നിർഗുണ നിരാകാരമായിരിക്കുന്ന ഒരു തലം, ഒരു ഗുണങ്ങളുമില്ലാത്ത, ഒരു ആകാരവുമില്ലാത്ത, വെറും ബോധമാത്രമായിരിക്കുന്ന, ആനന്ദമാത്രമായിരിക്കുന്ന, സന്മാത്രമായിരിക്കുന്ന ഒരു തലം. അതിനെയാണ് നമ്മൾ ബ്രഹ്മം എന്നുള്ള പദം കൊണ്ട് ഉപയോഗിക്കുന്നത്. ഈ ബ്രഹ്മം എന്ന പദം നമുക്കറിയുന്നത് പോലെ സ്ത്രീലിംഗവുമല്ല പുല്ലിംഗവുമല്ല, അത് നംസലിംഗമാണ്. അതായത് അത് പുരുഷനുമല്ല സ്ത്രീയുമല്ല. ന സ്ത്രീ ന പുമാൻ. വേദവും വളരെ കൃത്യമായിട്ട് പറയുന്നു, ഈ ബോധം പുരുഷനോ സ്ത്രീയോ ഒന്നുമല്ല, അത് ബോധം മാത്രമാണ്. അവിടെ ലിംഗമോ ദേശമോ ജാതി നീതി കുല ഗോത്രദൂരകം, ജാതിയിൽ നിന്നും നീതിയിൽ നിന്നും കുലത്തിൽ നിന്നും ഗോത്രത്തിൽ നിന്നും ശരീരത്തിൽ നിന്നൊക്കെ ഭിന്നമായിരിക്കുന്ന ആ വെറും ബോധരൂപമായിരിക്കുന്ന ഒരു തലത്തെയാണ് നമ്മൾ നിർഗുണ നിരാകാരമായ തലത്തിൽ നമ്മുടെ ഭാരതത്തിൽ ബ്രഹ്മം എന്നൊരു പദത്തിലൂടെ സൂചിപ്പിക്കപ്പെട്ടത്. അതിന് തൊട്ട് താഴെയായിട്ടാണ് പതുക്കെ പതുക്കെ ഈ നിർഗുണ നിരാകാരമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ തന്നെയാണ് സഗുണ നിരാകാരമായ തലത്തിലേക്ക് രണ്ടാമത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന വേദം. എന്താ സഗുണ നിരാകാരം വെച്ചാൽ അവിടുത്തേക്ക് ഗുണങ്ങളുണ്ട്. അവിടുന്ന് സൃഷ്ടികർത്താവാണ്, അവിടുന്ന് ഈ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടികർത്താവും ഈ ലോകത്തെ മുഴുവൻ അറിയുന്നവനും, യഥോവാ ഇമാനി ഭൂതാനി ജായന്തേന ജാതാനി ജീവന്തി യത്പ്രയന്തി അഭിസംവിശന്തീതി. യാതൊന്നിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടായത്, യാതൊന്നിലാണോ ഇതെല്ലാം നിലനിൽക്കുന്നത്, യാതൊന്നിലേക്കാണോ ഇതെല്ലാം തിരിച്ചു പോകുന്നത്, സർവശക്തികളോടും കൂടിയ ഇച്ഛാജ്ഞാന ക്രിയാശക്തി സ്വരൂപനായിരിക്കുന്ന അതേസമയം രൂപങ്ങളൊന്നുമില്ലാത്തതായ ഒരു ഭാവം, അതിനെയാണ് സഗുണ നിരാകാരഭാവം എന്ന് പറയുന്നത്. സബ്രഹ്മ സശിവ സഹരി സേന്ദ്ര സ്വക്ഷര പരമസ്വരാട്. അതാരാണ്? അത് പരമസ്വരൂപനായിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ്. ആ പരമാത്മാവ് തന്നെ എപ്പോഴാണോ ഈ ലോകത്തെ സൃഷ്ടിച്ച് ഭരിച്ച് സംഹരിക്കുന്നതായി കാണുന്നത്, അപ്പോൾ അതേ പരമാത്മാവിനെ നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കണം. ഇതാണ് ഭാരതീയ ഈശ്വര സങ്കല്പത്തിലെ രണ്ടാമത്തെ ഭാവം. ഇനി ഇതേ സഗുണ നിരാകാരനായിരിക്കുന്ന ഈശ്വരൻ തന്നെ സഗുണസാകാരനായും തീരാം എന്ന് ഭാരതീയ ചിന്തകൾ ഉദ്ഘോഷിക്കുന്നു. അതായത് സഗുണനിരാകാരനായിട്ട് ഈ ലോകത്തിലെ എല്ലാ മതങ്ങളും വിചാരിക്കുന്നത് പോലെ ഗുണങ്ങളുള്ള എന്നാൽ ആകാരമില്ലാത്തതായ ഈശ്വരന് തീർച്ചയായിട്ടും ആകാരമുണ്ടാകാം, രൂപമെടുക്കാം എന്ന് ഭാരതം ചിന്തിക്കുന്നു. പലപ്പോഴും അതിന് എതിരായിട്ട് അത് സാധ്യമല്ല എന്ന് പലയിടത്തും ചിന്തകൾ ഉണ്ടാവുമെങ്കിലും നമ്മുടെ ഭാരതീയ ശാസ്ത്രം പറയുന്നു, നിങ്ങൾ ഈശ്വരനെ സർവശക്തൻ എന്ന് വിളിച്ചാൽ,
ഈശ്വരൻ സർവശക്തനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്തും അകർത്തും അന്യഥാകർത്തും ച ശക്യതേ, ചെയ്യുവാനും ചെയ്യാതിരിക്കാനും വേറൊരു രീതിയിൽ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരാളെയാണ് സർവശക്തൻ എന്ന് പറയുക. അപ്പോൾ ഈശ്വരന് രൂപമെടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈശ്വരൻ സർവശക്തനല്ല എന്നാണ്. സർവശക്തൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കർത്തും അകർത്തും, ചെയ്യാനും ചെയ്യാതിരിക്കാനും വേറൊരു വിധം ചെയ്യാനും കഴിവുള്ള ഒരാളെ മാത്രമേ നമുക്ക് സർവശക്തൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഭഗവാൻ സർവശക്തനാണെങ്കിൽ, ഈശ്വരൻ സർവശക്തനാണെങ്കിൽ തീർച്ചയായും ഈശ്വരന് രൂപങ്ങളെടുക്കാൻ സാധിക്കും എന്ന് ഭാരതീയ ചിന്ത വിവക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ അതേ ഈശ്വരൻ, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു ഭരിച്ച് സംഹരിക്കുന്ന അതേ ഈശ്വരൻ തന്നെ അഗ്നിയായും വായുവായും വരുണനായും വിഷ്ണുവായും രുദ്രനായും എല്ലാ നാമരൂപങ്ങളോടുകൂടിയും വേണ്ട സമയത്ത് ആവിർഭവിച്ചുകൊണ്ടും തിരോഭവിച്ചുകൊണ്ടും, എപ്പോഴും രൂപത്തിലിരിക്കണമെന്നില്ല, വേണ്ട സമയത്ത് ആവിർഭവിച്ചും അത് ആവശ്യമില്ലാത്ത സമയത്ത് തിരോഭവിച്ചുകൊണ്ട് അവിടുന്ന് സഗുണ നിരാകാരനായും ഇരിക്കുന്നു എന്ന് ഭാരതീയ ശാസ്ത്രം നിഷ്കർഷിക്കുന്നു. ഈ സഗുണ നിരാകാരനായിരിക്കുന്ന ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തിൽ അവതരിക്കാം എന്നും, മനുഷ്യരൂപത്തിൽ വേണമെന്നില്ല, ഏത് രൂപത്തിൽ, മത്സ്യമായോ കൂർമ്മമായോ വരാഹമായോ നൃസിംഹമായോ മനുഷ്യനായോ ഏത് വേഷത്തിലും വേണമെങ്കിലും അവതരിക്കാം എന്ന ഒരു സിദ്ധാന്തം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഭാരതീയ ഈശ്വര സിദ്ധാന്തം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഭാരതീയ ഈശ്വര സങ്കല്പത്തിലെ പ്രധാനപ്പെട്ട ഒരു ട്രാൻസാക്ഷൻ, ഒരു തിരിവാണ് എന്ത്? നിർഗുണ നിരാകാരമായിരിക്കുന്ന ഭാവത്തിൽ നിന്ന് സഗുണ നിരാകാരമായിരിക്കുന്ന ഒരു തലത്തിലേക്കുള്ള ഒരു വ്യത്യാസം, ഒരു ചേഞ്ച്, ഒരു ഭാവം, ഒരു പരിണാമം. ഇതെങ്ങനെ സംഭവിക്കുന്നു? നിർഗുണ നിരാകാരനായിരിക്കുന്ന ആത്മാവ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം, പക്ഷെ അതെങ്ങനെയാണ് ആ നിർഗുണ നിരാകാരനായിരിക്കുന്ന ആ പരമാത്മാവ് ഈശ്വരനായിട്ട് തീരുന്നത്? ഇവിടെയാണ് ശക്തിസങ്കല്പത്തിൻ്റെ ആവിർഭാവം. ഭാരതീയ ശാസ്ത്രീയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ എവിടെയാണ് ഈശ്വരൻ, അല്ലെങ്കിൽ എവിടെയാണ് ശക്തി, എവിടെയാണ് നമ്മുടെ സംസ്കൃതിയിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മളുടെ അറിവിൽ, നമ്മളുടെ വിജ്ഞാനത്തിൽ ശക്തി എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത് നോക്കിക്കഴിഞ്ഞാൽ ശക്തി പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെയാണ്. എവിടെ? നിർഗുണ നിരാകാരത്തിൽ നിന്ന് സഗുണ നിരാകാരമായിട്ടുള്ള ആ ഭാവപരിണാമം. ഇതെങ്ങനെ സംഭവിക്കുന്നു? നിർഗുണ നിരാകാരമായിരിക്കുന്ന ബ്രഹ്മം സദൈവ സൗമ്യ ഇദമഗ്ര ആസീത് ന അന്യത് കിഞ്ചന മിഷത്, സത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, യാതൊരു പ്രവൃത്തികളും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ ആ സ്ഥിതിയിൽ നിന്ന് എങ്ങനെയാണ് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു ഭരിച്ച് സംഹരിച്ചു കൊണ്ടിരിക്കുന്നത്? യഥോർണനാഭി സൃജതേ ഗൃഹതേച്ച, തന്നിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ പുറത്താക്കിക്കൊണ്ടും അതിനെ ഭരിച്ചുകൊണ്ടും അതിന് തന്നിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ടുമിരിക്കുന്ന ഒരു ഈശ്വര സങ്കല്പം എങ്ങനെയുണ്ടാകുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് ശക്തി എന്ന് പറയുന്നതായ ഈ സിദ്ധാന്തം നമ്മുടെ ശാസ്ത്രങ്ങളിൽ ആവിർഭൂതമാകുന്നത്. എന്താണ് ശക്തി? സ ഐക്ഷത ബഹുസ്യാം പ്രജായേതി. ഉപനിഷത്ത് പറയാണ് ആ സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ആ സത്ത് ഇച്ഛിച്ചു. എന്താ ഇച്ഛിച്ചത്? ഞാൻ പലതായി തീരട്ടെ, ഞാൻ പലതായി തീരട്ടെ എന്ന് അവിടുന്ന് ഇച്ഛിച്ചു. ആ ഇച്ഛ, അതാണ് ശക്തി. അവിടെ നിന്നാണ് ശക്തി എന്ന ഭാവം നമ്മുടെ ശാസ്ത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്താ ശക്തി? ശക്തി എന്നുള്ള പദത്തിന്, ശക്തി എന്ന് പറഞ്ഞാൽ ശക്തി അല്ലേ, പക്ഷേ തന്ത്രം ശക്തിക്ക് വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഡെഫിനിഷൻ തരുന്നുണ്ട്. ശക്തി എന്ന രണ്ട് പദങ്ങളിൽ ശ എന്ന പദം കൊണ്ട് സമൃദ്ധിയെയും തി എന്ന പദം കൊണ്ട് സാമർഥ്യത്തെയും, പ്രോസ്പിരിറ്റി ആൻഡ് പ്രോവസ്, സമൃദ്ധിയും സാമർഥ്യവും. എങ്ങനെയാണ് നിർഗുണ നിരാകാരനായ ബ്രഹ്മത്തിന് സഗുണ നിരാകാരനായി തീരാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ ആ ബ്രഹ്മത്തിൽ ഒരു കഴിവുണ്ട്. എന്ത് കഴിവാണത്? ആ സമൃദ്ധിയുടെ കഴിവ്, പലതായി തീരുവാനുള്ള കഴിവ്.
പക്ഷെ പലതായി തീരുവാനുള്ള കഴിവുണ്ടായാൽ മാത്രം പോരാ, ആ കഴിവിനെ പ്രകടമാക്കാനുള്ള സാമർഥ്യം കൂടെ വേണം. അപ്പോൾ ഈ കഴിവും സാമർഥ്യവും, അല്ലെങ്കിൽ ആ സമൃദ്ധിയും സാമർഥ്യവും ഒരുമിച്ച് ചേരുന്നതിനെയാണ് ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഭാരതീയ ദർശനങ്ങളിലെ ശക്തി ഇതാണ്. അതായത് ആചാര്യസ്വാമികൾ പറയും, അഘടന ഘടനാപടീയസി, ഒരിക്കലും സംഭവിക്കാൻ സാധിക്കാത്തതുപോലും സംഭവിപ്പിക്കുവാനുള്ള ഒരു വിശേഷമായിരിക്കുന്ന കഴിവ്. ആ കഴിവിനെയാണ് ശക്തി എന്ന പദം കൊണ്ട് വേദം ചൂണ്ടിക്കാണിക്കുന്നത്. ഭഗവാൻ പറയും, എന്താണ് ഈ ശക്തി? പറയണു, അവ്യക്തനാംനി. ഇതിനെന്താണ് പേര് പറയുക? പല ശാസ്ത്രങ്ങൾ പല നാമങ്ങളിൽ ഇതിനെ പറയണു. സാഖ്യന്മാർ അവ്യക്തം എന്ന് പറയണു, പ്രധാനം എന്ന് പറയണു, അല്ലേ? ശാക്തന്മാർ ശക്തി എന്ന് പറയുന്നു. ഈ വേദാന്താദി ശാസ്ത്രങ്ങൾ മായ എന്ന് പറയണു. എന്താ അത്? അവ്യക്തനാംനി. എന്താണ് എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടോ? ഉണ്ട്. എന്നാൽ ഉണ്ടോ? ഇല്ല. ഉണ്ടോ? എന്തുകൊണ്ട്? ഈ പ്രപഞ്ചം മുഴുവൻ എല്ലാം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു നമ്മൾ കാണുന്നു. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിനും അതിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ ലയത്തിനും കാരണമായിട്ടുള്ള ഒരു അല്ലേ, കാരണമില്ലാതെ കാര്യമുണ്ടാവുകയില്ല. അപ്പോൾ കാര്യത്തിൽ നിന്ന് കാരണത്തെ നമുക്ക് ഊഹിക്കാം. അപ്പോൾ ഒരു കാര്യമുണ്ടായിരിക്കണം. അതെന്താ? അതിനെയാണ് അവ്യക്തം. എന്താണ് വ്യക്തം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ മനോബുദ്ധികൾക്ക് അതീതമായി. അതെന്താ? അത് പരമേശ ശക്തി. അത് പരമേശ്വരൻ്റെ ശക്തിയാണ്. അവ്യക്തനാമിനി പരമേശ ശക്തി. അനാദി. ഇതെന്തു തുടങ്ങി ഈ ശക്തി? അനാദിയാണത്. ഈശ്വരനിൽ എന്നുമുള്ളതാണ്. എല്ലാത്തിനെയും മറയ്ക്കുവാനും പുതുതായി ഒന്നിനെ പ്രൊജക്റ്റ് ചെയ്യുവാനുമുള്ള ഒരു കഴിവ്. അനാദ്യവിദ്യ ത്രിഗുണാത്മിക പര. ആരാണ് ശക്തി? വൈദികമായ ചിന്തയിൽ ശക്തി ആരാണ്? ത്രിഗുണാത്മികയാണ്. 3 ഗുണങ്ങളോട് കൂടിയവളാണ്. എന്താണ് 3 ഗുണങ്ങൾ? തമസ്, രജസ്, സത്വം. എന്താ തമസ് എന്ന് വെച്ചാൽ അർത്ഥം? തമസ് എന്ന് വെച്ചാൽ നമുക്കറിയുന്നത് പോലെ നിദ്രാദികളാണ്. പക്ഷേ തമോ ഗുണം എന്ന് പറഞ്ഞാൽ അത് മൂടാനുള്ള ശക്തിയാണ്. മൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തെ മറയ്ക്കുവാനുള്ള കഴിവ്. അതിനെ ആവരണം എന്ന് പറയും. നോക്കൂ, നമ്മൾ നടന്നു പോകുമ്പോൾ അയ്യോ പാമ്പ് എന്ന് പറഞ്ഞു. പിന്നെ നോക്കി മനസ്സിലായി, പാമ്പല്ല, അത് വെറും ഒരു കയറാണ് എന്ന് മനസ്സിലായി. അപ്പോൾ കയറിൽ നമ്മൾ പാമ്പിനെ കണ്ടപ്പോൾ ആദ്യം എന്താ സംഭവിച്ചത്? അവിടെ ഉള്ളതായിരിക്കുന്ന ആ കയറ് മറയ്ക്കപ്പെട്ടു. ഈ മറയ്ക്കുന്നതായ അല്ലെങ്കിൽ ആത്മസ്വരൂപത്തെ മറയ്ക്കുന്നതായ ഒരു ശക്തിയാണെന്ന് പറയുന്നത് തമസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ആ കയറ് മറയ്ക്കപ്പെട്ടു. കയറ് മറഞ്ഞതുകൊണ്ടാണ് നമുക്കവിടെ പാമ്പുണ്ട് എന്ന് തോന്നിയത്. ആദ്യം തോന്നിയത് പാമ്പാണെന്ന് തോന്നി. ഇവിടെ പാമ്പ് വരാൻ വഴിയില്ലോ നോക്കിയപ്പോൾ അതൊരു വടിയാണെന്ന് തോന്നി. വടിയാവാൻ വഴിയില്ലോ, അതെന്തോ ഉണങ്ങിയൊരു മാലയാണെന്ന് തോന്നുന്നു തോന്നി. പിന്നെ തോന്നി എന്തോ വെള്ളം ഒഴുകിയതിൻ്റെ പാടാണെന്ന് തോന്നി. നോക്കൂ, ഒരേ വസ്തുവിൽ തന്നെ പല 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 ചിന്തകൾ നമുക്കുണ്ടാകാം. ഇതിനെയാണ് വിക്ഷേപം എന്ന് പറയുന്നത്. ഈ വിക്ഷേപത്തെയാണ് എന്ത് പറയുന്നത്? രജസ് എന്ന് പറയാം. അവ്യക്തനാമിനി അല്ലേ? ഈ അവ്യക്തനാമിനിയുടെ കഴിവുകളാണ് ത്രിഗുണാത്മികയാണ്. തമോ ഗുണാത്മിക വെച്ചാലോ ഉള്ളതായിരിക്കുന്ന സത്യത്തെ മറയ്ക്കുവാനുള്ള കഴിവ്. മറച്ചാൽ മാത്രം പോരാ, മറച്ചതിൽ പലതിനെയും ആരോപിക്കുവാനുള്ള കഴിവ്. ആവരണം, അതിൽ വിക്ഷേപങ്ങൾ. ഇത് മാത്രമേ ഉള്ളൂ. അല്ല, മൂന്നാമതൊരു ഗുണം കൂടിയുണ്ട്. അതെന്താ? അത് സത്വമാണ്. എന്താ സത്വം? നോക്കൂ, നമ്മൾ ആ പാമ്പിനെ അവിടെ കണ്ടു. പാമ്പിനെ കണ്ടപ്പോൾ ഇവിടെ പാമ്പ് വരാൻ വഴിയില്ലല്ലോ, ഒന്നുകൂടെ പരിശോധിക്കണമെന്നല്ലോ. നമ്മൾ പരിശോധിച്ച് മനസ്സിലായി അവിടെ പാമ്പും ഇല്ല ചേമ്പും ഇല്ല, വെറും ഒരു കയറാണ് അല്ലേ? ഇതാണ് വിവേകശക്തി. അപ്പം സത്വം എന്താണ്? സത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ അറിവിലേക്ക് കൊണ്ടുപോകുന്നത് എന്തോ അത്.
അപ്പോൾ യാതൊരു മഹാമായയാണോ ഈ പ്രപഞ്ചത്തെ മറച്ച്, അല്ലെങ്കിൽ സത്യമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപത്തെ മറച്ച് അതിൽ പ്രപഞ്ചത്തെ കാട്ടിത്തന്നത്, അതേ മഹാമായ തന്നെയാണ് നമ്മളെ അതിൻ്റെ സത്യത്തിലേക്ക് കൊണ്ടുപോകുന്നതും. അതാണ് അവ്യക്തനാമ്യ, അല്ലേ? ത്രിഗുണാത്മിക പരാശക്തിയാണ് അവൾ. ഇത് നമ്മുടെ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ആലോചിച്ചോ അറിഞ്ഞോ അറിയേണ്ടതല്ല, അതിനും അപ്പുറമായിട്ടുള്ളവളാണ്. പിന്നെ എങ്ങനെയുള്ളവളാണ് അവൾ? കാര്യാനുമേയ. എങ്ങനെയാ അറിയാൻ പറ്റിയ ശക്തിയെ? കാര്യം കൊണ്ട് മാത്രമേ അറിയാൻ പറ്റൂ. നമ്മുടെ ബുദ്ധി പോലും ഇതിൻ്റെ സൃഷ്ടമാണ്. മായാധീനമാണ് ബുദ്ധി. മായാധീനമായിരിക്കുന്ന കാര്യമായിരിക്കുന്ന ബുദ്ധിക്ക് കാരണമായതിനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ കാണാകുന്ന പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നുണ്ടെങ്കിൽ ആ ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതിനൊരു ആധാരമുണ്ടാകണം. ഈ ആധാരത്തിൽ ഉണ്ടാക്കുകയും നിലനിൽക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശക്തി ഉണ്ടായിരിക്കണം. ആ ആധാരത്തെ നമ്മൾ ബ്രഹ്മമെന്നും, ഇതിൽ ഈ കാണുന്ന പ്രപഞ്ചത്തെ ഉണ്ടാക്കി നിലനിന്ന് അതിൽ ലയിപ്പിക്കുന്നതായ ആ ബ്രഹ്മത്തിൻ്റെ തന്നെ ശക്തിയെ നമ്മൾ ശക്തി എന്നും വിളിച്ചു. അപ്പോൾ അപ്പം അവിടെ പറഞ്ഞു, കാര്യാനുമേയ സുധിയൈവ ഗമ്യ യയാ സർവമിതം പ്രസൂയതേ. ഈ പ്രപഞ്ചത്തെല്ലാം ഉണ്ടാക്കുന്നവളാണത്. പറയാണ് സന്നാപി അസന്നാപി ഉഭയാത്മിക എന്ന്. എന്നാൽ ഈ ശക്തി എന്ന് പറയുന്നത് ഉള്ളതാണോ? അതെ. എന്തുകൊണ്ട്? നമ്മളെല്ലാം കാണുന്നുണ്ട്. പക്ഷെ എപ്പോഴാണോ നമ്മൾ നമ്മുടെ ആത്മഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത്, അപ്പോൾ ഈ പ്രപഞ്ചം കാണുന്നില്ല. അപ്പോൾ ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ പറയാൻ പറ്റില്ല. എന്നാൽ സങ്കാപ്യുഭയാത്മിക എന്ന്, ഭിന്നാപ്യുഭയാത്മിക. പിന്നെ എന്താണിത്? ഓ, ഇതെന്താണെന്ന് പറയാൻ പറ്റില്ല. സങ്കാപ്യുഭയാത്മിക എന്നോ മഹാത്ഭുത അനിർവചനീയ രൂപ. എന്താണ് ശക്തി? ഇതൊരു മഹാത്ഭുതമാണ്. ഇത് അനിർവചനീയമാണ്. എന്നുവെച്ചാലോ, ഇന്നതാണ് എന്ന് നിർവചിക്കാൻ സാധിക്കാത്തതാണ് ശക്തി. ഇതാണ് വൈദികമായിരിക്കുന്ന ചിന്ത. അതായത് പരബ്രഹ്മത്തിൻ്റെ ശക്തി, ഈശ്വരൻ്റെ ശക്തി, ആ ഈശ്വരൻ്റെ ശക്തി ഈശ്വരനിൽ നിന്ന് ഭിന്നമല്ല. ഒരാൾക്ക് പാടാൻ കഴിവുണ്ടെങ്കിൽ ആ പാടാനുള്ള കഴിവ് ഗായകനിൽ നിന്ന് ഭിന്നമല്ല. എന്തുകൊണ്ട്? ഗായകനില്ലെങ്കിൽ പാടാനുള്ള ശക്തിയില്ല, പക്ഷെ പാടാതെയും ഗായകനുണ്ടാകാം. അപ്പോൾ ഈ ഒരു മഹാശക്തിയെയാണ് ആദ്യമായിട്ട് നമ്മുടെ വേദാന്തങ്ങളിൽ കണ്ടു തുടങ്ങുന്നത്. ഈ ശക്തിയെ തന്നെ വേദം വളരെ സത്യത്തിൽ വൈദികമായ ചിന്തയിൽ നമുക്ക് കൃത്യമായിട്ട് ഈ പ്രകൃതി പുരുഷാത്മകമായിരിക്കുന്ന ജഗത്തിൻ്റെ പ്രകൃതിയെന്നും പുരുഷനെന്നും അല്ലെങ്കിൽ ശിവനെന്നും ശക്തിയെന്നും പറയുന്നതായ ഒരേ വസ്തുവിൻ്റെ രണ്ട് ഭാവങ്ങൾ. എപ്പോഴാണോ ബോധം യാതൊരു ചലനവുമില്ലാതെ ബോധം മാത്രമായിരിക്കുന്നത്, അപ്പോൾ അതിന് ശിവനെന്നും, ആ ബോധം എപ്പോഴാണോ ചലിക്കുന്നത് അപ്പോൾ അതിന് ശക്തി എന്നും പറയുന്നു എന്നാണ് ശാക്തമതം. ശിവനും ശക്തിയും രണ്ടല്ല. ശിവനും ശക്തിയും രണ്ടല്ല. ശിവ ശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതം. എപ്പോഴാണോ പ്രകൃതിയെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു ഭരിച്ച് സംഹരിക്കുന്നതിനായിക്കൊണ്ടാ ശിവൻ പ്രവർത്തിക്കുന്നത്, അപ്പോഴതിന് ശക്തി എന്ന് പറയുന്നു. ശിവനും ശക്തിയും രണ്ടല്ല എന്ന് ശാക്തം തന്ത്രം അടിവരയിട്ട് പറയുന്നു. അപ്പോൾ ഇതേ ഭാവത്തെയാണ് എന്ത് ചെയ്യുന്നത്? പതുക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേവിക്കും ശക്തിക്കും നിർഗുണ നിരാകാരമായ ഭാവമുണ്ട്. നിർഗുണ നിരാകാരമായ ശക്തഭാവമാണ് ബ്രഹ്മം. അതുകൊണ്ടാണ് നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കും പറയും, ആരാണ് ഈ ദേവി? പരബ്രഹ്മസ്വരൂപിണി. ആരാണ് ലളിതാംബിക? ലളിതാംബിക ഒരു ദേവതയല്ല. പിന്നെയോ ആരെയാണോ വേദാന്തം പരബ്രഹ്മമായി പറഞ്ഞിരിക്കുന്ന അതേ തത്വത്തെ സ്ത്രീലിംഗമായി പറഞ്ഞാൽ അത് ലളിതയായി, പരബ്രഹ്മസ്വരൂപിണിയായി, ജഗദംബികയായി ആദിപൻ. അപ്പോൾ നിർഗുണ നിരാകാരമായിരിക്കുന്ന ശക്തിയാണ് പരബ്രഹ്മം. ഇനി അവിടുന്ന് എപ്പോഴാണോ ഈ ലോകത്തെ സൃഷ്ടിച്ചു ഭരിച്ച് സംഹരിക്കുന്നതിനായിക്കൊണ്ട് ഈശ്വരഭാവത്തിൽ വരുന്നത്, അപ്പോൾ അവിടുത്തെ
ഈശ്വരൻ, ഈശ്വരി, ലളിത, ജഗദംബിക, രാജരാജേശ്വരി എന്നുള്ള ഭാവങ്ങളിൽ ഈശ്വരൻ എന്ന് പറയുന്നതായ ആ ഭാവത്തോട് ചേർന്ന് ശിവനോട് ചേർന്നിരിക്കുന്ന ശക്തിയായിട്ടാണ് രണ്ടാമത്തെ ഭാവം. അവിടെ എങ്ങനെയുള്ളതാണ്? സഗുണവും നിരാകാരവുമാണ്. ആ ആദിപരാശക്തിക്ക്, പരാത്മികയ്ക്ക്, മഹാമായയ്ക്ക് രൂപമില്ല, ഗുണങ്ങളേ ഉള്ളൂ. അത് ഈശ്വരൻ്റെ ശക്തിയാണ്. മായാവി മായയോട് ചേർന്നിരിക്കുന്നവനായ മായാവിയുടെ ശക്തിയായിരിക്കുന്ന മായ. ഇനി ഇവിടെ നിന്നാണ് സഗുണസാകാരമായി പല നാമങ്ങളിൽ, പല രൂപങ്ങളിൽ ശക്തി പുറമേ നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമായിട്ട് തീരുന്നത്. അതാണ് ഭഗവാൻ സൗന്ദര്യലഹരിയിൽ പറഞ്ഞത്, ഗിരാമാഹുർദേവീം. ചിലരെന്ത് പറയണോ? ഗിരാമാഹു, ഈ ദേവിയെ, ഈ ജഗദാംബികയെ ചിലരെന്ത് പറയണോ? വാഗ്ദേവത, സരസ്വതി എന്ന് പറയണു. ഗൃഹിണിയും, ബ്രഹ്മാവിൻ്റെ പത്നിയായിരിക്കുന്ന സരസ്വതിയാണിവർ എന്ന് ചിലർ പറയണു. ആഗമവിധ, ആരാ പറയണത്? ആഗമം അറിയുന്നവർ, വേദമറിയുന്നവർ, ശാസ്ത്രമറിയുന്നവർ ഇതേ ശക്തിയെ എന്ത് ചെയ്യുന്നു? സാക്ഷാൽ ബ്രഹ്മാവിൻ്റെ പത്നിയായിരിക്കുന്ന സരസ്വതിയാണെന്ന് ചിലർ പറയണു. ഹരേ പത്നീം പത്മാം. വേറെ ചിലർ പറയണു ഇതാരാ? ഇത് പത്മയാണ്, മഹാലക്ഷ്മിയാണ്. ഇതാരാ? ഹരേഹ പത്നീം, ശ്രീ മഹാവിഷ്ണുവിൻ്റെ ശക്തിയായിരിക്കുന്ന, ഐശ്വര്യരൂപിണിയായിരിക്കുന്ന സാക്ഷാൽ ശ്രീ മഹാലക്ഷ്മിയാണ് എന്ന് ചിലർ പറയണു. ഹരസഹചരീം അദ്രിതനയാം. ഇനി വേറെ ചിലർ പറയണു അതല്ല, ആ ശക്തി തന്നെ എന്ത് ചെയ്യണു? ആരാണോ സരസ്വതിയായിരിക്കുന്നത്, ആരാണോ മഹാലക്ഷ്മിയായിരിക്കുന്നത്, അവർ തന്നെ ഹരസഹചരീം, ഹരൻ്റെ സഹചരിയായിരിക്കുന്ന പാർവതിയായി അതേ ശക്തി തന്നെ ആവിർഭൂതയായിരിക്കുന്നു. പറയാണ് ഇനി ആചാര്യസ്വാമികൾ പറയാണ്, തുരീയാകാപിത്വം ദുരധിഗമനി നിസ്സീമ മഹിമ. ആരാ സത്യത്തിലെ ഈ ശക്തി? തുരീയാ, ഈ മൂന്നിനും പരയായി, സത്വരജസ്തമസ്സുകൾക്ക് പരയായി, നമ്മുടെ മനസ്സിനോ ബുദ്ധിക്കോ പ്രവേശിക്കാൻ സാധിക്കാത്തതായ ഒരു തലം. തുരീയാകാപി, ആരാ അത്? പറയാൻ പറ്റില്ല. തുരീയാകാപിത്വം ദുരധിഗമനി, അധിഗമനി, ഇതിനെ മനസ്സിലാക്കുവാൻ വളരെ വിഷമമായിരിക്കുന്ന നിസ്സീമ മഹിമ. അവിടുത്തെ മഹിമ, അവിടുത്തെ ശക്തി, അവിടുത്തെ പ്രഭാവം, അവിടുത്തെ അറിവ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതായ, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു ഭരിച്ച് സംഹരിക്കുന്നതായ ആ മഹാബോധം തന്നെയാണ് മഹാമായ. അവിടെ തന്നെയാണ് മഹാമായ എന്ന് വിളിക്കുന്നത്. വിശ്വം ഭ്രമയതി, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭ്രമിപ്പിച്ചുകൊണ്ട്, വിശ്വത്തിൻ്റെ പല തലങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് പരബ്രഹ്മ മഹിഷി, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? പരബ്രഹ്മസ്വരൂപിണിയായി, എന്നുവെച്ചാൽ പരബ്രഹ്മം തന്നെ ആയിരിക്കുന്ന അവൾ ഈ ലോകത്തിനെ സൃഷ്ടിക്കുകയും ഭരിക്കുകയും സംഹരിക്കുകയും ചെയ്യുമ്പോൾ, സത്വരജസ്തമോ ഗുണാത്മികയായി തീരുമ്പോൾ, ഇച്ഛാജ്ഞാനക്രിയാശക്തി സ്വരൂപിണിയായി തീരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇച്ഛയായിരിക്കുമ്പോൾ ലക്ഷ്മിയായും, ജ്ഞാനമായിരിക്കുമ്പോൾ സരസ്വതിയായും, ക്രിയയായിരിക്കുമ്പോൾ ദുർഗയായും അതേ സത്യത്തെ തന്നെ, അതേ ഭാവത്തെ തന്നെ, അതേ മാതൃത്വത്തെ തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് തിരിച്ച് വൈദിക സാഹിത്യത്തിൽ പോവുകയാണെങ്കിൽ, വൈദിക സാഹിത്യത്തിൽ അനേകം ഭാവങ്ങളിൽ ഈ ശക്തിയെ സ്തുതിച്ചിട്ടുണ്ട്. വൈദിക സാഹിത്യത്തിൽ പ്രധാനമായിട്ടും ആരാധിക്കുന്നത് ഇന്ദ്രൻ, വായു, അഗ്നി മുതലായിട്ടുള്ള ദേവതകളെയാണെങ്കിൽ ഇവരെല്ലാവരും ആദിത്യന്മാരാണ് എന്ന് വേദം തന്നെ പറയണു. എന്താ ഈ ആദിത്യൻ ചാർത്തം? അതിദേഹ പുത്ര അല്ലേ? അതിദേഹ അപത്യം പുമാൻ ആദിത്യ. അതിഥിയുടെ പുത്രനായതുകൊണ്ടാണ് ഇവർക്ക് ആദിത്യൻ എന്ന് പേര്. അപ്പോൾ ഇവര് വേദത്തിൻ്റെ കർമ്മകാണ്ഡം അല്ലെങ്കിൽ വേദത്തിൻ്റെ സംഹിത പാടിപ്പുകഴ്ത്തുന്നതായ ഇന്ദ്രനും അഗ്നിയും യമനും വരുണനും ഒക്കെ ആരാണ്? ഇതൊക്കെ പരാശക്തിയുടെ സന്താനങ്ങളാണ് എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് വേദം ശക്തിയെ അവതരിപ്പിക്കുന്നത്.
ഇനി നമുക്ക് വൈദിക സാഹിത്യത്തിലൂടെ പോവുകയാണെങ്കിൽ അനേകം സൂക്തങ്ങൾ, രാത്രി സൂക്തം മുതൽ ഉഷസൂക്തം മുതൽ, ഉഷസൂക്തം, രാത്രി സൂക്തം, ദേവീ സൂക്തം, ശ്രീ സൂക്തം, ദുർഗാസൂക്തം, മേധാസൂക്തം, സരസ്വതി സൂക്തം, വാക്സൂക്തം, ഭൂക് സൂക്തം, സൂക്തങ്ങളുടെ വൃത്തികാസൂക്തം, വിരോചിനി സൂക്തം, എന്തെല്ലാം ഭാവങ്ങളിൽ, രൂപങ്ങളിൽ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ഭരണ കർത്തൃകയായിരിക്കുന്ന ഈ ശക്തിയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വേദത്തിൻ്റെ ദൃഷ്ടിയിൽ എന്താണ് ശക്തി? വേദത്തിൻ്റെ ദൃഷ്ടിയിൽ ശക്തി പരബ്രഹ്മം തന്നെയാണ്. എപ്പോഴാണോ ആ പരബ്രഹ്മം, ആ നിർഗുണ നിരാകാരമായിരിക്കുന്ന ഈശ്വരൻ പരമാത്മാവ് ഈ ലോകത്തെ സൃഷ്ടിച്ചു ഭരിച്ച് സംഹരിക്കുന്നത്, ആ സൃഷ്ടിസ്ഥിതി ഭരണരൂപമായിരിക്കുന്ന ആ ശക്തിയെയാണ് വേദം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയാണ് പുരാണങ്ങളിലൂടെയും ആഗമങ്ങളിലൂടെയും തന്ത്രഗ്രന്ഥങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇതേ ശക്തിയെ തന്നെ പുരാണങ്ങൾ അല്ലെങ്കിൽ തന്ത്രശാസ്ത്രങ്ങൾ, തന്ത്രം അതിനെ കൂടുതൽ വിസ്തൃതമാക്കുന്ന സമയത്ത് ശൈവാഗമങ്ങൾക്ക് ശേഷം ശാക്താഗമങ്ങൾ, ശാക്തീയ ഗ്രന്ഥങ്ങൾ, ഈ തന്ത്രശാസ്ത്രങ്ങൾ ഇതിനെ വളരെ കൂലങ്കഷമായിട്ട് ചിന്തിക്കുമ്പോൾ പഞ്ചബ്രഹ്മസ്വരൂപിണി, 5 കൃത്യങ്ങളോടുകൂടി ഇരിക്കുന്നതായ ശക്തി, അല്ലേ? സൃഷ്ടി, സ്ഥിതി, ലയം, അനുഗ്രഹം, തിരോഭാവം മുതലായ 5 ശക്തികളോടുകൂടി ഈ ലോകത്തെ സൃഷ്ടിക്കുകയും ഭരിക്കുകയും സംഹരിക്കുകയും ഇതിലെ സത്യത്തെ നമ്മുടെ കണ്ണിൽ നിന്ന് മൂടിവെക്കുകയും അവസാനം ഇതിനെ നമുക്ക് തുറന്നു തരികയും ചെയ്യുന്ന ത്രിഗുണാത്മികയായിരിക്കുന്ന ആ ശക്തിയെ തന്നെ തന്ത്രം 5 ഭാവത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. എന്താണ് ഈ 5 ഭാവങ്ങൾ? ആദ്യം പറയണു, 5 ഭാവങ്ങൾ വെച്ചാൽ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ഇച്ഛാജ്ഞാനക്രിയ, ഇച്ഛാജ്ഞാനക്രിയകൾക്കും ഉപരിയായിട്ട് ദേവി എന്ത് ചെയ്യുന്നു? ദേവിയെ ആനന്ദരൂപിണിയായി, ബോധരൂപിണിയായിട്ട് അവതരിപ്പിക്കുന്നു. അപ്പോൾ ബോധം അഥവാ ജ്ഞാനവും അസ്തിത്വവും, സത്തും സത്തയാഹി ചിത്, സദ്രൂപിണിയായി, ചിദ്രൂപിണിയായി, ജ്ഞാനരൂപിണിയായി, പിന്നീട് ഈ പ്രപഞ്ചത്തിൻ്റെ ഹേതുവായിരിക്കുന്ന ഇച്ഛാജ്ഞാന ക്രിയാശക്തി രൂപിണിയായിട്ട് എന്ത് ചെയ്യണു? തന്ത്രം നമ്മുടെ മുമ്പിൽ ഈ ജഗദംബികയെ അവതരിപ്പിക്കുന്നു. അവിടെ മുതലാണ് എന്ത് ചെയ്യുന്നത്? ഈ മൂർത്തികളായിക്കൊണ്ട് നിർഗുണ നിരാകാരണിയായിരിക്കുന്ന ഭഗവതി സാകാരണിയായിട്ടും സഗുണസാകാരത്തോടുകൂടി, രൂപങ്ങളോടുകൂടി അവിടുന്ന് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നതാണ് തന്ത്രഗ്രന്ഥങ്ങളിലൂടെയും പുരാണങ്ങളിലൂടെയും. പുരാണങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും, പുരാണങ്ങളിൽ മാത്രമല്ല, ഈവൻ നമുക്ക് ഉപനിഷത്തുകളിൽ പോലും, ഇപ്പോൾ ഏറ്റവും പ്രസിദ്ധമായ ഉപനിഷത്താണ് കേനോപനിഷത്ത്. കേനോപനിഷത്തിൽ ഒരു ആഖ്യാനമുണ്ട്. അതായത് ഇന്ദ്രനും വായുവിനും അഗ്നിക്കും ഒന്നും പരബ്രഹ്മത്തിൻ്റെ സ്വരൂപത്തെ അറിയാൻ സാധിച്ചില്ല എന്നും, എവിടെയാണോ ആ ബ്രഹ്മാകാരമായിരിക്കുന്ന യക്ഷനുണ്ടായത് അവിടെ യക്ഷൻ അപ്രത്യക്ഷമായി, ഈശ്വരൻ അപ്രത്യക്ഷമായി അവിടെ ആ ഉമാഹൈമവതി ആവിർബഭൂവ എന്നാണ്. ഇതാണ് പദങ്ങൾ, ഉമാഹൈമവതി. ഇപ്പോഴത്തെ പുതിയ ശാസ്ത്രങ്ങൾ പലരും പറയണു ഇതൊക്കെ വേറെ, പുരാണങ്ങൾ വേറെയാണ്, ശാസ്ത്രം വേറെയാണെന്നൊക്കെ. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം ഇൻ്റഗ്രേറ്റഡ് ആണ്. വൈദികവും പൗരാണികവുമായിരിക്കുന്ന ഈ ഭാവങ്ങളൊക്കെ പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും തന്ത്രങ്ങളിലും ഉള്ളതൊക്കെ വൈദികത്തിൽ നിന്ന് എടുത്ത് വിസ്തരിച്ചതാണ്. തനോതി ഇതി തന്ത്രം. തന്ത്രം എന്നുള്ള പദത്തിന് തന്നെ അർത്ഥം തനോതി, വ്യാഖ്യാനിക്കുക, വിസ്തരിക്കുക എന്നാണ്. അപ്പോൾ യാതൊരു ശക്തിയാണോ, യാതൊരു ഊർജമാണോ, യാതൊരു സത്യമാണോ നമ്മളുടെ ബോധമായിരുന്നത്, അതുതന്നെയാണ് എന്ത് ചെയ്യുന്നത്? നാമരൂപാത്മകമായ ജഗത്തായി പരിണമിക്കുന്നത്. ഇനി ഈ നാമരൂപാത്മകമായ ജഗത്തിൻ്റെ ആധാരമായിരിക്കുന്ന ബ്രഹ്മത്തെ, സത്യത്തെ, ബോധത്തെ അറിയിച്ചു തരുന്നത് ആരാണ്? അതും അതേ ശക്തി തന്നെ. ഇങ്ങനെയുള്ള ഒരു ഭാവത്തിലേക്കാണ് നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങളും വൈദിക ദർശനവും നമ്മുടെ മുമ്പിൽ ഈ ദേവീ തത്വത്തെ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം പുരാണാദികളിലേക്ക് എത്തുന്നതോടുകൂടി നോക്കൂ, ഈ ഉപനിഷത്തുകളെ തന്നെ, ഈ 108 ഉപനിഷത്തുകളെ തന്നെ പലതായി തിരിക്കുന്നുണ്ട്. അതിൽ ശൈവോപനിഷത്തുള്ളതുപോലെ തന്നെ ശാക്തേയ ഉപനിഷത്തുണ്ട്. വളരെ മനോഹരമാണ്. എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ഇങ്ങനെയുള്ള ഇതിൽ അതൊക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഭാവനോപനിഷത്ത്, ദേവ്യധർവശീർഷോപനിഷത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്
വളരെ വ്യക്തമായിട്ട് ദൈവീ തത്വത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായ ഉപനിഷത്തുകളുണ്ട്. ഇപ്പോൾ ദേവീ അഥർവശീർഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിക്കണു. ദേവീ അഥർവശീർഷം എന്ന് പറയുന്നത് അഥർവശീർഷീയമായിട്ടുള്ള ഉപനിഷത്താണ്. അവിടെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു ഭാഗമുണ്ട്. തുടങ്ങുന്നത് എങ്ങനെയാ വെച്ചാൽ, സർവേ വൈ ദേവാഹ ദേവീം ഉപതസ്തുഹു കാസിത്വം മഹാദേവി. ദേവന്മാരെല്ലാം ജഗദംബികയെ സമീപിച്ച് ചോദിച്ചു, നീ ആരാകുന്നു? പറയാണ്. അപ്പോൾ സാബ്രവീത്, ആ പരബ്രഹ്മ, ആ ദേവി ആ സഗുണസാകാരയായി അവരുടെ മുമ്പിൽ നിൽക്കുന്നതായിരിക്കുന്ന ജഗദംബ ദേവന്മാരോട് പറയാണ്, ഞാൻ ആരാണെന്ന് അറിയണോ? പറയാം. അഹം ബ്രഹ്മസ്വരൂപിണി. ഞാൻ ആരാ? ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു. പക്ഷേ മത്ത പ്രകൃതി പുരുഷാത്മകം ജഗത്ത്, ഞാൻ ബ്രഹ്മം മാത്രമല്ല, ഞാൻ ഈശ്വരനുമാകുന്നു. എന്നിൽ നിന്നാണ് പ്രകൃതി പുരുഷാത്മകമായിരിക്കുന്ന ജഗത്തുണ്ടായിരിക്കുന്നത്. എന്നിൽ നിന്നാണ് ദ മാറ്റർ ആൻഡ് കോൺഷ്യസ്നസ്. അല്ലേ? ഇന്നും എന്നും നമ്മുടെ വിജ്ഞാന ലോകത്തെ കുഴക്കിക്കൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ദ മാറ്റർ ആൻഡ് കോൺഷ്യസ്നസ്, വസ്തുവും ബോധവും. പറയണു, എന്നിൽ നിന്നാണ് വസ്തുവും ഉണ്ടായിരിക്കുന്നത്, എന്നിൽ നിന്നാണ് കോൺഷ്യസ്നസ്സും ഉണ്ടായിരിക്കുന്നത്. പ്രകൃതിയായിരിക്കുന്നതും പുരുഷനായിരിക്കുന്നതും ബോധമായിരിക്കുന്നതും വസ്തുവായിരിക്കുന്നതും ഞാൻ തന്നെയാകുന്നു. ശൂന്യം ച ശൂന്യം ച, എല്ലാം അല്ലേ ശൂന്യമായി. ശൂന്യം വെച്ച് കഴിഞ്ഞാൽ നാമരൂപങ്ങളില്ലാത്തതായ ആ ഭാവവും പിന്നെ നാമരൂപാത്മകമായ ജഗത്തും ഞാൻ തന്നെയാണ്. അഹം ആനന്ദാനാനന്ദവും, ഞാൻ തന്നെയാണ് ആനന്ദവും അനാനന്ദവും. അഹം വിജ്ഞാനാവിജ്ഞാനേ, അഹം ഞാൻ തന്നെയാണ് അറിവും അറിവില്ലായ്മയും, വിദ്യയും അവിദ്യയും ഞാൻ തന്നെയാകുന്നു. അഹം ബ്രഹ്മാ ബ്രഹ്മണി വേദിതവ്യേ, ഈ ലോകത്തിലെ അല്ലേ യാതൊരു എന്താ പറയുക, യാതൊരു വിധത്തിലുള്ള കളങ്കവുമില്ലാത്ത ആ പരബ്രഹ്മവും ഞാൻ തന്നെയാകുന്നു. ഈ പ്രപഞ്ചമായി പരിണമിച്ചിരിക്കുന്ന നാമരൂപാത്മകമായി തീർന്നിരിക്കുന്ന ജഗത്തും ഞാൻ തന്നെയാകുന്നു. അഹം പഞ്ചഭൂതാന്യ പഞ്ചഭൂതാനി, ഞാൻ പഞ്ചഭൂതങ്ങളാകുന്നു, ഞാൻ പഞ്ചഭൂതങ്ങൾക്ക് അതീതമാകുന്നു. ഇങ്ങനെ ആരംഭിച്ചുകൊണ്ട് വളരെ അഹം അഖിലം ജഗത്, ഈ കാണാകുന്ന ജഗത്തെല്ലാം ഞാനാകുന്നു, ജഗത്തിനു പരമായിരിക്കുന്ന ബോധവും ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവീ അഥർവശീർഷം എന്ന് പറയുന്ന ഉപനിഷത്ത് വളരെ മനോഹരമായിട്ട് ഈ ദേവീ തത്വത്തെ ഔപനിഷദികമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാവനോപനിഷത്ത് മറ്റൊരു ഉപനിഷത്ത്, ദൈവീ ഉപനിഷത്താണ്. അതിലെ ഭാവന, എങ്ങനെയാണ് ഈ ഭാവനയിലൂടെ ഈ ബോധത്തെ അറിയുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതായിട്ട് അനേകം വിഷയങ്ങൾ ഈ ദൈവീ ഉപനിഷത്തുകൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കിനി ചർച്ച ചെയ്യുമ്പോൾ ഇത്രയും വിസ്തൃതമായിട്ടുള്ളൊരു വിഷയം വയ്ക്കാതെ ഏതെങ്കിലും ഒരു ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിനെ കാണാനും ഒക്കെ നമുക്ക് സാധിക്കും. എപ്പോഴെങ്കിലും ഇനി വരാനുള്ള സമയത്ത് നമുക്കങ്ങനെ ചിന്തിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഈ ഔപനിഷദികമായിരിക്കുന്ന അതേ തത്വത്തെ പുരാണങ്ങൾ, 18 പുരാണങ്ങളിൽ ഏകദേശം 6ഓളം പുരാണങ്ങൾ ശാക്തപുരാണങ്ങളാണെന്നാണ്. അതായത് ശക്തിയെ അല്ലെങ്കിൽ ഈ പരബ്രഹ്മാത്മികയായിരിക്കുന്ന ശക്തിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ് 6 പുരാണങ്ങൾ. മാർക്കണ്ഡേയാദി ബ്രഹ്മവൈവർത്തകാദി പുരാണങ്ങൾ ശക്തിക്ക് പ്രാധാന്യം, മറ്റൊരു ശക്തി പ്രാധാന്യം ഇല്ലെന്നല്ല, പക്ഷെ ഇവിടെ ശക്തിക്കാണ് പ്രാധാന്യം. അതിൽ അപ്പോൾ വേദങ്ങൾ കഴിഞ്ഞു, അടുത്തത് പുരാണങ്ങളാണ്. പുരാണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശക്തപുരാണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പുരാണമാണ് മാർക്കണ്ഡേയ പുരാണം. ഈ മാർക്കണ്ഡേയ പുരാണത്തിൽ അന്തർഭൂതമായൊരു ഭാഗമാണ് ദേവീ മാഹാത്മ്യം, ദുർഗാസപ്തശതി എന്ന പേരിൽ പ്രസിദ്ധങ്ങളായിരിക്കുന്ന 700 മന്ത്രങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓരോന്നും നമുക്കൊന്ന് വെറുതെ ഒന്ന് സ്വാദ് നോക്കണമെങ്കിൽ പോലും ദിവസങ്ങൾ എടുക്കുന്ന വിഷയങ്ങളാണ്. ഈ ദേവീ മാഹാത്മ്യമാണ് ഒരുപക്ഷേ ആധുനിക ഭാരതത്തിൻ്റെ ദൈവീ സങ്കല്പത്തിന് ആധാരമായിരിക്കുന്നത്. ഈ ദേവീ മാഹാത്മ്യം 3 ഭാഗങ്ങളായി തിരിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ ഭാഗത്തിൽ ആ മഹാകാളികയും, രണ്ടാമത്തെ ഭാവത്തിൽ മഹാലക്ഷ്മിയും, മൂന്നാമത്തെ ഭാവത്തിൽ സാക്ഷാൽ മഹാസരസ്വതിയുമാണ് ദേവതകൾ. പക്ഷേ ഈ സരസ്വതിയും ഈ ലക്ഷ്മിയും ഈ കാളിയും നമ്മൾ സാധാരണ കാണുന്ന ആ കാളീഭാവത്തിൽ നിന്നല്ല. ഇവിടെ കാളി എന്നുദ്ദേശിക്കുന്ന ആരാ? പ്രഥമചരിതത്തിൽ ബ്രഹ്മാവിൻ്റെ ഉറക്കത്തെ ഭഞ്ജിച്ചുകൊണ്ടുണ്ടായ
മധുകൈടവന്മാരെ വധിക്കുന്നതിന് മഹാവിഷ്ണുവിന് അനുഗ്രഹമായി തീരുന്ന നാമരൂപങ്ങളില്ലാതെ മഹാവിഷ്ണുവിൻ്റെ താമസഭാവങ്ങളെ അകറ്റി ഈ മധുകൈടവന്മാർക്ക് തമസ്സിനെ കൊടുക്കുന്നവളായ തമോരൂപിണിയായിരിക്കുന്നൊരു ശക്തിയുണ്ട് എന്ന് പറയണം. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ത്രിഗുണാത്മിക. ആ താമസഭാവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, താമസഭാവത്തിന് വെച്ചാൽ ഒരാളെ തമസ്സിൽ പെടുത്തുവാനും ആ തമസ്സിൽ നിന്ന് മോചിപ്പിക്കുവാനും കഴിവുള്ളതായ കാലരൂപിണിയായിരിക്കുന്ന ഭദ്രകാളി. അതാണ് പ്രഥമ ചരിത ദേവത. രണ്ടാമത്തെ ചരിതം എന്ന് പറയുന്നത് മഹിഷാസുരമർദ്ദനമാണ്. നമ്മൾ മഹിഷാസുരമർദ്ദിനിയായിട്ട് പലപ്പോഴും വിചാരിക്കുന്നത് ദുർഗയാണ്. പക്ഷേ ഈ ദേവീ മഹാത്മ്യത്തിൽ ആ മഹിഷാസുരമർദ്ദിനിയുടെ ദേവത, മധ്യമചരിതത്തിൻ്റെ ദേവത സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ തന്ത്രശാസ്ത്രം 3 ഗ്രന്ഥികളെക്കുറിച്ച് പറയണം. ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി എന്ന 3 ഗ്രന്ഥികൾ. നമ്മളെല്ലാവരും ജീവന്മാരായിരിക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മളെല്ലാം 3 കെട്ടിട്ട് മുറുക്കി വെച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കെട്ടാണ് ബ്രഹ്മഗ്രന്ഥി. എന്താ ബ്രഹ്മഗ്രന്ഥി വെച്ചാൽ പറയും മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. ആരാണ് ഭഗവതി? നമ്മുടെ ബ്രഹ്മഗ്രന്ഥിയെ മുറിക്കുന്നവളാ. എന്താ ഈ ബ്രഹ്മഗ്രന്ഥി? രാഗദ്വേഷങ്ങളാണ് അല്ലേ? രാഗദ്വേഷാത്മികങ്ങളായിരിക്കുന്ന ഈ രാഗദ്വേഷങ്ങളുടെ പ്രതിഫലനമാണ് മധുകൈടവന്മാർ. മധു എന്ന് വെച്ച് കഴിഞ്ഞാൽ തേന്, കൈടഭം ചവർപ്പ്, രാഗവും ദ്വേഷവും. ഈ രാഗദ്വേഷങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതായ ആ ജഗദംബിക, അതാണ് ഭദ്രകാളി. ഒന്നാമത്തെ ഗ്രന്ഥിയെ മുറിക്കുന്നവളാണ്. ഒന്നാമത്തെ ഗ്രന്ഥിയെ മുറിച്ചാൽ മാത്രം പോരാ അല്ലേ? ബ്രഹ്മഗ്രന്ഥി മുറിഞ്ഞാൽ മാത്രം പോരാ. പിന്നീടാണ് വിക്ഷേപം എന്ന ശക്തി. വിക്ഷേപം ചാന്താർത്ഥം മലം, വിക്ഷേപം, ആവരണം. ഈ 3 കൊണ്ടാണ് നമ്മൾ മൂടപ്പെട്ടിരിക്കുന്നത്. മലത്തെ ഇല്ലാതാക്കി, രാഗദ്വേഷങ്ങൾ ഇല്ലാതാക്കി എന്നൊരു കാര്യമായില്ല. മനസ്സ് ചഞ്ചലമായിക്കൊണ്ടേയിരിക്കണം. മനസ്സൊരിക്കലും ഒരു വിഷയത്തിൽ നമുക്ക് ഏകാഗ്രമാക്കാൻ സാധിക്കുന്നില്ല. വിക്ഷേപം എന്നതാണ് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന, നമ്മളെ എല്ലാവരെയും ബന്ധിക്കുന്നതായ അടുത്ത ശക്തി. ഈ മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങൾ, ഈ മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങളെയാണ് വിഷ്ണുഗ്രന്ഥി എന്ന് പറയുന്നത്. ആ വിഷ്ണുഗ്രന്ഥിയെ ഭേദിക്കുന്നവളാണ് ആര്? സാക്ഷാൽ മഹിഷാസുരമർദ്ദിനി. മഹിഷം നമ്മൾ ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ കാണാം, ആദ്യം ഒരു മഹിഷത്തിൻ്റെ രൂപത്തിൽ, ഒരു പോത്തിൻ്റെ രൂപത്തിൽ വരും. പിന്നീട് പോത്ത് മാറിയിട്ടത് ആനയാവും, മാറിയിട്ടത് ഗജമാവും, ഗജം മാറിയിട്ടത് മനുഷ്യനാവും, മനുഷ്യൻ മാറിയിട്ട് വീണ്ടും മനസ്സ് ഓരോ നിമിഷവും പല പല രൂപങ്ങൾ എടുത്തുകൊണ്ട് നമ്മളെ സത്യത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിനെ സത്യത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നതായ വിക്ഷേപശക്തികൾ, ഈ വിക്ഷേപശക്തികളെ ഭഞ്ജിക്കുന്നവളായ മഹിഷാസുരമർദ്ദിനി. അതാരാ? അത് ശ്രീ മഹാലക്ഷ്മിയാണ് എന്നാണ്. ഈ മഹാലക്ഷ്മി ആരാ? നമ്മളെ സാധാരണ കാണുന്ന ഈ ധനധാന്യങ്ങൾ അതല്ല. എങ്ങനെയാണ് നമുക്ക് വിക്ഷേപങ്ങളെ കടക്കാൻ പറ്റുക? അത് ദൈവീ സമ്പത്തിലൂടെ മാത്രമേ പറ്റൂ. ദൈവീ സമ്പത്ത് വിമോക്ഷായ നിബന്ധായ ആസുരീമത. ഗീത പറയാണ്, നമ്മൾക്ക് ദൈവീ സമ്പത്ത് കൊണ്ട് മാത്രമേ നമ്മുടെ വിക്ഷേപങ്ങൾ ഇല്ലാണ്ടാക്കാൻ പറ്റൂ. ഗീത 16-ാം അധ്യായത്തിൽ വളരെ വിശേഷമായിട്ട് അഭയം, സത്വസംശുദ്ധി, ജ്ഞാനയോഗ വ്യവസ്ഥിതി എന്നൊക്കെ പറഞ്ഞിട്ട് 10-26 ദൈവീ സമ്പത്തുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഈ ദൈവീ സമ്പത്തുകളെയാണ് മഹാലക്ഷ്മിയായി നമ്മുടെ മുമ്പിൽ മധ്യമചരിതമായിട്ട് ദേവീ മഹാത്മ്യം അവതരിപ്പിക്കുന്നത്. പിന്നീട് അപ്പോൾ മലം കഴിഞ്ഞു, വിക്ഷേപം കഴിഞ്ഞു. മനസ്സ് ശാന്തമായതുകൊണ്ടും മനസ്സ് ഏകാഗ്രമായതുകൊണ്ടും മാത്രം കാര്യമായില്ല അല്ലേ? നോക്കൂ, പലപ്പോഴും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തീവ്രവാദികളുടെയൊക്കെ മനസ്സ് നോക്കിയാൽ അവർ വളരെ ഏകാഗ്രചിത്തരാണ്. അവരുടെ കാര്യം നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് വലിയ ഏകാഗ്രതയുണ്ട്. പക്ഷെ മനസ്സ് ഏകാഗ്രമാക്കിയാൽ മാത്രം പോരാ, ശുദ്ധമായാൽ മാത്രം പോരാ. അടുത്തതാണ് ആവരണം. ഹിരൺമയേന പാത്രേണ സത്യസ്യ അപിഹിതം മുഖം. സത്യത്തിൻ്റെ മുഖമിതാ മൂടപ്പെട്ടിരിക്കുന്നു. ഈ സത്യത്തിൻ്റെ മുഖം മാറ്റാൻ എന്താ വഴി? അത് വിദ്യ കൊണ്ട് മാത്രമാണ്. വിദ്യയാ വിന്ദതേ അമൃതം. ഈ വിദ്യയാണ് സരസ്വതി എന്ന ഭാവത്തിൽ 3-ാമത്തെ ചരിതത്തിൽ, ദേവീ മഹാത്മ്യത്തിൻ്റെ 3-ാം ചരിതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മഹാസരസ്വതി ആരാണ്? നേരത്തെ പറഞ്ഞതുപോലെ തമോരൂപിണി, രജോരൂപിണി. രജസ്സുകൊണ്ട് വേണം നമുക്ക് രജസ്സിനെ അടക്കാൻ. ലക്ഷ്മി കൊണ്ട് വേണം നമുക്ക്
ഈ നമ്മുടെ വിക്ഷേപങ്ങളെ അടക്കാൻ. പിന്നെ കാണുന്നതാണ് ആ പരാബ്രഹ്മരൂപിണിയുടെ സത്വരൂപം. ആരാ സത്വരൂപം? സരസ്വതിയാണ്. എന്താ സരസ്വതി? ആരാ സരസ്വതി? അറിവാണ്. എന്തിൻ്റെ അറിവ്? അതാണ് അവസാന യുദ്ധം അല്ലേ? ശുംഭനിശുംഭന്മാരുമായിട്ടും ശുംഭനിശുംഭന്മാരുടെ അനേകങ്ങളായിരിക്കുന്ന പടയുമായിട്ടുള്ള വലിയ യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ എന്ത് ചെയ്യണു? ദേവി തന്നെ 7ആയി, ആദ്യം 2ആയി തീരും, ഭദ്രകാളിയായിട്ട് അല്ലെങ്കിൽ ചാമുണ്ടിയായിട്ട് പിരിയും, പിന്നീട് വീണ്ടും 7 ഭാവത്തിൽ ബ്രഹ്മാണി മുതലായ ഭാവങ്ങളിൽ വരും. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ തമസ്സിൽ നിന്ന് ഉയരാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ ഈ ആവരണത്തെ ഇല്ലാണ്ടാക്കാൻ പറ്റുക? പറയാണ് ആദ്യം സപ്തമാതൃക്കൾ അല്ലേ? എന്താ സപ്തമാതൃക്കൾ? നമ്മളുടെ 7 വിധത്തിലുള്ളതായ അശുദ്ധികളെ ഇല്ലാതാക്കുന്നവളാണ്. അവൾ എന്ത് ചെയ്യണോ? ആ അതിപരാശക്തി എപ്പോഴാണോ നമ്മളെ രക്ഷിക്കണമെന്ന് വിചാരിക്കുന്നത്, അപ്പോൾ നമ്മുടെ ഉള്ളിൽ പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ ഉള്ളിലുള്ളതായ അഴുക്കുകളെ നശിപ്പിക്കണം. ആദ്യം ബ്രഹ്മാണി എന്ന രൂപത്തിൽ കാമത്തെയും, മാഹേശ്വരി എന്ന രൂപത്തിൽ ക്രോധത്തെയും, വൈഷ്ണവി എന്ന രൂപത്തിൽ ലോഭത്തെയും, വാരാഹി എന്ന രൂപത്തിൽ മദത്തെയും, കൗമാരി എന്ന രൂപത്തിൽ മോഹത്തെയും, ഇന്ദ്രാണി എന്ന രൂപത്തിൽ മാത്സര്യത്തെയും, നാരസിംഹി അഥവാ ചാമുണ്ടി എന്ന രൂപത്തിൽ പൈശൂന്യത്വത്തെയും നശിപ്പിച്ച് നമ്മളെ ഉയർത്തുന്നു. അത് ഉയർത്തിയാൽ മാത്രം പോരാ, ഇനി നമുക്ക് 2 ശത്രുക്കൾ പ്രധാനമായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് രക്തബീജൻ എന്ന് പറഞ്ഞ സുരം വരും. എന്താ രക്തബീജൻ? ഈ ഉത്ഥാനം എന്ന് പറയുന്നതാണ്. മനസ്സ് ഒരുവിധം അടങ്ങിയാലും എപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും പോവാന്ന് പറയാൻ പറ്റില്ല. 1 10ആയി 10 100ആയി തീരുന്ന അതിനെ എങ്ങനെ ഇല്ലാണ്ടാക്കാൻ പറ്റുക? കാളി തൻ്റെ നാവുകൊണ്ട് ആ രക്തം മുഴുവൻ കുടിച്ചു എന്നാണ്. എന്താ കാളി നാവുകൊണ്ട് രക്തം കുടിക്കല് എന്ന് വെച്ചാൽ ബ്രഹ്മാകാര വൃത്തിയിലൂടെ, അഹം ബ്രഹ്മാസ്മി എന്ന ബോധത്തിലൂടെ വേണം നമുക്ക് പലതായി തിരിയുന്ന ചിന്തകളെ അടക്കാൻ. അങ്ങനെ ബ്രഹ്മാകാര വൃത്തിയിലൂടെ പല ചിന്തകളെ അടക്കി കഴിയുമ്പോൾ അവസാനം നമ്മുടെ മുമ്പിൽ 2 പേര് വരും. ആരാണത്? ശുംഭനും നിശുംഭനും. ആരാ ശുംഭൻ? അഹം, ഞാനെന്ന ഭാവം. അതാണ് അഹം. ശരീരമനോബുദ്ധികളിൽ ഞാനെന്ന ഭാവമാണ് ശുംഭൻ. അതോട് ചേർന്നിരിക്കുന്ന മമ, എൻ്റേത് എന്ന ഭാവമാണ് നിശുംഭൻ. ആ ശുംഭനിശുംഭന്മാരെ വധിക്കുക, അതാണ് അവസാനത്തെ മഹായുദ്ധം. ആ മഹായുദ്ധത്തിലൂടെ അല്ലേ, പരാജ്ഞാനത്തിലൂടെ മാത്രം ശുംഭനിശുംഭന്മാരെ, അഹങ്കാര മമാകാരങ്ങളെ വധിച്ച് നമുക്കെല്ലാവർക്കും പരമമായിരിക്കുന്ന ജ്ഞാനത്തെ, ഐശ്വര്യത്തെ, അനുഭൂതിയെ, ബ്രഹ്മാനുഭവത്തെ നൽകുന്നവളാണ് ദേവീ മഹാത്മ്യത്തിലെ മഹാകാളിയായും മഹാലക്ഷ്മിയായും മഹാസരസ്വതിയായും ആവിർഭൂതയായിരിക്കുന്ന ജഗദംബ ശ്രീ രാജരാജേശ്വരി. എന്തായാലും ഇന്നത്തെ കുറച്ച് സമയം കൊണ്ട് എന്തെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് സംക്ഷിപ്തമായിട്ട് അവതരിപ്പിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇത്രയും ഒരിക്കലൊരു അവസരം തന്ന് മഹേഷ് മാഷിനും പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും വളരെ നന്ദി. ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, കുറച്ച് സമയത്തേക്ക്. അതിന് ശേഷം നമുക്ക് ഉപസംഹരിക്കാം. വളരെ നന്ദി. നമസ്കാരം. നമസ്കാരം സ്വാമിജി. നമസ്കാരം. വളരെ നന്നായിട്ട് ശക്തി സങ്കല്പത്തെ കുറിച്ച്, ദേവിയുടെ വിവിധ രൂപങ്ങൾ ഏതെല്ലാം തരത്തിൽ ആണുള്ളതെന്നും അതിൻ്റെ മഹിമ എന്താണെന്നും വളരെ വ്യക്തമായിട്ട്, എന്താ പറയാൻ വാക്കുകളില്ല. അതുപോലെ എല്ലാ തരത്തിലും ഉള്ള ആ ശക്തി സങ്കല്പം, ഭഗവാന്റെ പരമശിവന്റെ ഒപ്പമുള്ള ആ സങ്കല്പം എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിന് ഒരുപാട് ഇനിയും സ്വാമിയുടെ പ്രഭാഷണങ്ങൾ പോലെ പ്രതീക്ഷിക്കുന്നു. ശരിക്ക് അവതരിച്ച പോലെ തന്നെ തോന്നി സ്വാമിയുടെ പ്രഭാഷണം കേട്ടപ്പോൾ. ഒത്തിരി നന്ദിയുടെ പാതാരവിന്ദങ്ങൾ നന്ദിക്കുന്നു. സന്തോഷം. ഹരിയാം. ശാക്തേയങ്ങളായ ഉപനിഷത്തുക്കള് ഈ 2-3 തന്നെ ഉള്ളോ അതോ നിരവധി ഉണ്ടോ?
ഈ 108 ഉപനിഷത്തുകൾ എനിക്ക് തോന്നുന്നു ഏകദേശം 10-15 ശാക്തേയങ്ങളായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഇത് സത്യത്തിൽ അതായത് ഉപനിഷത്തുകൾ ഇത് ശാക്തേയമാണെന്നൊന്നും പറയുന്നതല്ല, പിന്നീടുള്ള ആചാര്യന്മാർ അതിനെ ശാക്തേയമെന്നും ശൈവമെന്നും വൈഷ്ണവെന്നൊക്കെ തിരിച്ചിരിക്കുന്നതാണെന്ന് മാത്രം. പക്ഷേ ഒരു 10-12 ഉപനിഷത്തുകളെ ശാക്തേയമായിട്ടാണ് അടയാർ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ആ പുസ്തകത്തിൽ അവർ ശാക്തേയ ഉപനിഷത്ത് എന്നും പറഞ്ഞിട്ട് തന്നെയാണ് വേറെ അവർ അവതരിപ്പിക്കുന്നത് തന്നെ. എനിക്ക് തോന്നുന്നു 10-12 ഉണ്ട്. അതെ, ഞാൻ പഠിച്ചിരിക്കുന്നത് 2-3 ഭാവനോപനിഷത്തും ഈ ദേവി, അതൊക്കെ വളരെ വളരെ ക്രിസ്പാണ്, വളരെ നേരിട്ട് തന്നെ ഈ തത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് അത് വളരെ, ബാക്കിയുള്ളത് പലപ്പോഴും ദേവിയുടെ ഉപാസനാദികളെക്കുറിച്ചിട്ടൊക്കെയാണ് കൂടുതലും ചർച്ച ചെയ്യുന്നത്. ശരിക്കും ഈ ശ്രീവിദ്യ എന്ന് പറയുന്നതായ മാർഗത്തെക്കുറിച്ചിട്ടും ഞാനത് ശ്രീവിദ്യ എന്നുള്ള മാർഗം അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ശ്രീവിദ്യയെക്കുറിച്ച് പറയാതെ ദേവിയെക്കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ശ്രീവിദ്യ എന്നുള്ള മാർഗം വൈദികമായ മാർഗമാണ്. അതിനെ തന്ത്രവും ഉപനിഷത്തുകളും പിന്നെ എന്താണ് പുരാണങ്ങളും ഒക്കെ അതിനെ വിസ്തൃതമാക്കണം. ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് ഈ ശ്രീവിദ്യ, അതായത് സാക്ഷാൽ ഭഗവാൻ ഹയഗ്രീവനിൽ നിന്ന് അഗസ്ത്യ മഹർഷി ശ്രീവിദ്യയെ നേടുന്നതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ അവിടെ വരുന്നത്. അപ്പോൾ പുരാണങ്ങളിലും ഈ ശ്രീവിദ്യ, അതായത് ശ്രീവിദ്യ വെച്ചാൽ സത്യത്തെ അറിയുവാനുള്ള, ശ്രീയെ പരമാത്മാവിനെ പരബ്രഹ്മസ്വരൂപിണിയായ ജഗദംബികയിലൂടെ അറിയുവാനുള്ള വഴി എന്നാണ് ശ്രീവിദ്യയുടെ അർത്ഥം. അപ്പോൾ അത് ഉപനിഷത്ത് പ്രസ്താവിതമാണ്. ഉപനിഷത്തിൽ നിന്ന് തന്നെ തുടങ്ങി അത് എന്താ പറയുക, പുരാണങ്ങളിലൂടെയും തന്ത്രഗ്രന്ഥങ്ങളിലൂടെയും ഒഴുകി ഇന്നും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ്. അതിനെക്കുറിച്ച് പറയാതെ ഈ ദേവി ചിന്തനം പൂർണ്ണമാവില്ല. അത് ഇടയ്ക്ക് പോയി വിട്ടുപോയതാണ്. പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയം ഇല്ല താനും. അതുകൊണ്ട് അങ്ങനെയുള്ളത്. അപ്പോൾ ഉപനിഷത്തുകളിൽ പല ഉപനിഷത്തുകളും 12 ഉപനിഷത്തുകളെങ്കിലും ശാക്തേയ ഉപനിഷത്തായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഓരോ ആചാര്യന്മാരും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ചിലർ പറയണു ഇവൻ കേനോപനിഷത്ത് ശാക്തേയമാണെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ശക്തി വരികയും ശക്തിയും ഇന്ദ്രാദികളുമായിട്ടുള്ള സംവാദം ഉണ്ടാവുകയും, ചിലർ പറഞ്ഞു അത് അദ്വൈതോപനിഷത്താണ്. അതുകൊണ്ട് ഓരോ ആചാര്യന്മാരുടെ മതമനുസരിച്ചിട്ടാണ്. പക്ഷേ 12 ഇങ്ങനെ ശാക്തേയമായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അറിയാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ വൈദിക ഇതിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മുടെ ബ്രഹ്മസ്വരൂപം വിട്ടുകഴിഞ്ഞാൽ, അപ്പൊ ഈ ശ്രീവിദ്യാ തന്ത്രത്തിന്റെ അതേ രീതിയിലാണോ നമ്മുടെ ആരാധനാക്രമങ്ങളും അല്ലെങ്കിൽ ക്ഷേത്ര സങ്കല്പങ്ങളിലേക്കും ഒക്കെ ശക്തി കടന്നു പോയിട്ടുള്ളത്? അതോ അത് സാധകൻ അല്ലെങ്കിൽ ആ ഒരു വഴിയാണോ, അതിൽ നമ്മുടെ ഒരു ആധ്യാത്മിക വഴി മാത്രമായിട്ടാണോ, അതോ നമ്മുടെ അനുഷ്ഠാനങ്ങളും ഇതുമെല്ലാം അതിലേക്ക് തന്നെ കണക്റ്റഡ് ആണോ? ഈ ശ്രീവിദ്യ വഴിയിൽ തന്നെയാണോ? ഒരു വലിയൊരു വിഷയമാണത്. ഇപ്പോൾ സത്യത്തിലെ തന്ത്രം വളരെ വ്യക്തമായിട്ട് പറയണു. തന്ത്രം മുഴുവനും ഒരു വിസ്താരമാണ്. വിസ്താരം വെച്ച് കഴിഞ്ഞാൽ വിസ്തരിക്കുക, തനോതി വികരതി ഇതി തന്ത്രം എന്നാണ്. എന്തിനെയാണ് വിസ്തരിക്കുന്നത്? വൈദികമായിരിക്കുന്ന ചിന്തകളെയാണ്. അത് താന്ത്രികന്മാർ പലരും അതിനെക്കുറിച്ച് അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പല തന്ത്രങ്ങളിലും ശിവൻ സ്വയം ഇത് വേദവിദ്യയുടെ വിസ്താരമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് പരമമായിരിക്കുന്ന സാക്ഷാത്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരബ്രഹ്മ സാക്ഷാത്കാരമാണ് എന്ന് വിചാരിച്ചാൽ അങ്ങനെ. ഇപ്പോൾ നമുക്ക് 4 പുരുഷാർത്ഥങ്ങളുണ്ടല്ലോ. ഈ 4 പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുന്നവളാണ് ജഗദംബ എന്ന് പുരാണം നമ്മുടെ മുമ്പിൽ, അല്ലെങ്കിൽ തന്ത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കണം. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു സന്യാസി പറയുന്നത് പോലെ അവസാനം ഇതെല്ലാം കൂടെ മോക്ഷസ്വരൂപത്തിലേക്ക് എത്തിച്ചേർക്കുമെങ്കിലും സത്യത്തിൽ തന്ത്രം എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 പുരുഷാർത്ഥങ്ങളെയും ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ 4നെയും സാധിപ്പിക്കുന്നവളാണ് ജഗദംബ. അപ്പോൾ അവിടെയാണ് ആ വ്യത്യാസം വരുന്നത്. അതായത് മുക്തിസ്വരൂപിണി, ഭുക്തിയെ വേണ്ടവർക്ക് ഭുക്തിയെയും മുക്തിയെ വേണ്ടവർക്ക് മുക്തിയെയും നൽകുന്നവളാണ് ജഗദംബ എന്ന് പറയുന്നു. അപ്പോൾ വേദം സത്യത്തിൽ 4 പുരുഷാർത്ഥങ്ങളെയും അംഗീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ 4നും വേണ്ടിയിട്ടുള്ള ക്രിയകളും അതിലുണ്ട്. അപ്പോൾ ആ ഭാവത്തെ നമുക്ക് വിസ്തരിപ്പിക്കുകയാണ് പുരാണതന്ത്രങ്ങളിലൂടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ പതുക്കെ ഈ ശ്രീവിദ്യയുടെ ഒരു മാർഗം പ്രധാനമായിട്ടും മോക്ഷശാസ്ത്രമായിട്ടാണ്. അതിനോട് അനുബന്ധമായിക്കൊണ്ട് തന്നെ മറ്റ് പല ഭാവങ്ങൾ തന്ത്രത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ശ്രീവിദ്യ മാത്രമല്ല തന്ത്രത്തിന് അനേകങ്ങളായിരിക്കുന്ന ഉൾപ്പിരിവുകളുണ്ട്.
അതിൽ ശക്തമായിട്ടും വാമമായിട്ടും ദക്ഷിണമായിട്ടും കൗളമായിട്ടും സമയമായിട്ടും ഒക്കെയുള്ള പല 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 പിരിവുകൾ അതിലുണ്ട്. ഈ പിരിവുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെ ആഗ്രഹിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ്. ഞാൻ മോക്ഷാർത്ഥിയാണോ, ധർമാർത്ഥിയാണോ, കാമാർത്ഥിയാണോ, അർത്ഥാർത്ഥിയാണോ? ഭഗവാൻ ഗീതയിലും പറയല്ലോ, ചതുർവിധാ ഭജന്തേ മാം ജനാ സുഹൃദിനോർജുന ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീച്ച. ഈ 4 ഭാവങ്ങളെയും പൂർത്തീകരിക്കുവാനുള്ളതായ വഴികൾ, തന്ത്രങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിലെന്ത് ചെയ്യണു? അതിൽ ദേവിയുടെ തന്നെ പല പല ഭാവങ്ങളെ, ചാമുണ്ഡി, വാരാഹി മുതലായവയെ തുടങ്ങി, അതിന് കൂടെ ഉയർന്നതായിരിക്കുന്ന ലക്ഷ്മി, സരസ്വതി തുടങ്ങി സാക്ഷാൽ ശ്രീവിദ്യയിലെ പരബ്രഹ്മസ്വരൂപിണിയായ ലളിതാംബിക, ഇങ്ങനെയുള്ള പല ഭാവങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് സത്വവും തമസ്സും രജസ്സും ഓരോരുത്തർക്കും, സാത്വികരായ ആളുകൾക്ക് സാത്വികമായിട്ടും, യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസാഹ ഭൂതാൻ പ്രേതഗണാംശ്ചാന്യേ ജന്തേ താമസാജന. സത്വരജസ്തമസ്സുകൾക്ക് മൂന്നിനും അനുഗുണമായിരിക്കുന്നതായ ഉപാസനകളെ തന്ത്രം വിസ്തരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും തന്ത്രത്തിൽ ശ്രീവിദ്യ എന്ന് പറയുന്ന മോക്ഷശാസ്ത്രത്തോടൊപ്പം ധർമ്മശാസ്ത്രവും അർത്ഥശാസ്ത്രവും കാമശാസ്ത്രവും മൂന്നും കൂടെ ഉൾച്ചേർന്നുകൊണ്ടാണ് തന്ത്രം ജഗദംബികയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഭുക്തിമുക്തി സ്വരൂപിണി എന്നവിടെ ദേവിയെ സൂചിപ്പിക്കുവാൻ കാരണം. ഒരു അമ്മ എപ്രകാരമാണോ തൻ്റെ മക്കൾക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുന്നത്, അതുമാതിരി ഓരോ ജീവനും അവനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതെന്തോ അത് നൽകി അവനെ ഉയർത്തുക എന്നുള്ളതാണ് താന്ത്രിക സാഹിത്യത്തിൻ്റെ പ്രധാനമായിരിക്കുന്ന മർമ്മം. അതനുസരിച്ച് ജഗദംബികയ്ക്കും നാമരൂപങ്ങളും ഭാവങ്ങളും താമസികമായ ഉപാസനയും രാജസികമായ ഉപാസനയും സാത്വികമായ ഉപാസനയൊക്കെ വിധിച്ചിരിക്കുന്നു. അപ്പം ഞാൻ സാത്വികമായ ഉപാസന ചെയ്യുന്നത് കൊണ്ട് രാജസികവും താമസികവും വേണ്ട എന്ന് പറയുന്നത് ഞാൻ പാല് കുടിക്കുന്നതുകൊണ്ട് വേറെ ആളും വേറൊന്നും കുടിക്കരുതെന്ന് പറയുന്ന പോലെയാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ തലങ്ങളിലുള്ള ആവശ്യങ്ങളുണ്ട്. അതിനനുസൃതമായിരിക്കുന്ന ഉപാസനകളും പദ്ധതികളും ഒക്കെ ശക്തമായിട്ട് നമ്മുടെ മുമ്പിൽ തന്ത്രാദി ശാസ്ത്രങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഭുക്തിമുക്തി സ്വരൂപിണിയാണ് ജഗദംബ, എല്ലാം നൽകുന്നവളാണ് അവൾ എന്നാണ് തന്ത്രം. നമസ്തേ. സാഹചര്യത്തിന്റെ ആരംഭത്തിൽ വിഷയാവതരണത്തോട് ചേർത്ത് നിർത്തിയിട്ട് ഈ സെമിറ്റിക് മതങ്ങളിലെ കടന്നുവരവോട് കൂടിയിട്ട് ഒരു മാതൃഭാവത്തിൽ നിന്നുള്ള ഉപാസന സമ്പ്രദായത്തിൽ നിന്നൊന്ന് വ്യതിചലിച്ചു എന്ന് പറഞ്ഞു. അതിനൊരു വ്യക്തതയൊന്നും വരുത്തരാം. തീർച്ചയായിട്ടും. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അതങ്ങനെ അതിലേക്കും കൊള്ളു പോകാതിരുന്നതാണ്. നമ്മൾ ശരിക്കും പഴയ പ്രാചീന സംസ്കൃതികൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെസൊപ്പൊട്ടേമിയൻ ആകട്ടെ, ഭാരതീയമാകട്ടെ, ചൈനീസ് ആകട്ടെ, ഇവിടെയെല്ലാം നമുക്ക് പുരുഷഭാവങ്ങളോടൊപ്പം, ഒരുപക്ഷെ പുരുഷഭാവത്തിന് ഒരു മുൻകൈ ഉണ്ടെങ്കിലും എല്ലായിടത്തും ദേവീഭാവങ്ങളെ കാണാൻ പറ്റും. അത് ഗ്രീക്ക് ആണെങ്കിലും റോമൻ ആണെങ്കിലും പിന്നെ ഈജിപ്ഷ്യൻ ആണെങ്കിലും നമുക്ക് മുഴുവൻ കാണാൻ പറ്റും. ഈ ഒരു മാതൃഭാവവും പിതൃഭാവവും, അല്ലേ? മാതൃദേവോഭവ പിതൃദേവോഭവ, അമ്മയും അച്ഛനുമായിരിക്കുന്ന ഒരു ശക്തിയായിട്ട് ഈശ്വരൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് മിക്ക സംസ്കൃതികളിലും. പക്ഷേ ഈ ഏകദൈവം, ഈശ്വരൻ ഒന്നു മാത്രമേ ഉള്ളൂ, അത് ഞാൻ പറയുന്നതാണ് എന്ന ഒരു ഭാവത്തിലൂടെ, മോസസിലൂടെ ഈ ഏകഭാവം എന്ന് പറയുന്നതായിട്ടുള്ള ഒന്നിനെ അവതരിപ്പിക്കുന്നതോട് കൂടിയിട്ടാണ് സെമിറ്റിക് മതങ്ങളുടെ ആവിർഭാവം ഉണ്ടാവുന്നത്. സെമിറ്റിക് മതങ്ങൾ ശരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഒരു പൗരുഷാത്മകനായിരിക്കുന്ന ഒരു ഈശ്വരനെയാണ് അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവർ ഒരിക്കലും ഒരു സ്ത്രൈണഭാവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ മേരിയെ ആരാധിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അതിനെതിരായിട്ടാണ് പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വിഭാഗം ഉണ്ടായത് തന്നെ. എന്തുകൊണ്ടാൽ മൂലചിന്തകളിൽ സ്ത്രീക്ക് പ്രാധാന്യമില്ല. മൂലചിന്ത, സ്ത്രീ എന്ന് പറയുന്നത് പുരുഷൻ്റെ ഒരു സ്വത്താണ് എന്ന് തന്നെയാണ് അവരുടെ ഭാവം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈശ്വരനെ സ്ത്രീയായിട്ട് ആരാധിക്കാൻ അവർക്ക് വിഷമമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചിന്തയ്ക്ക് അത് ശരിയാവില്ല. അപ്പോൾ ഈ എങ്ങനെയാണ് കാത്തലിസത്തിലെ കത്തോലിക്കരെ മേരിയെ ആരാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സത്യത്തിൽ അവരെ ഈ എന്താ പറയുക, അറേബ്യയിൽ നിന്ന് പതുക്കെ റോമിൽ പോയി ഇന്ന് നമുക്ക് കാണുന്ന കത്തോലിസിസം അത് നമ്മുടെ അറേബ്യയിൽ വികസിച്ചതല്ല, അത് വികസിക്കുന്നത് റോമിലാണ്.
റോമിലെ സ്വാഭാവികമായി അവർക്കുണ്ടായിരുന്നതായ ദേവീഭാവത്തെ അവർ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മേരിക്ക് ഒരു എന്താ പറയുക ദൈവികമായ ഭാവങ്ങളൊക്കെ കൽപ്പിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ശരിയായ പഴയ ക്രിസ്ത്യൻ ചിന്തകളിൽ ഇപ്പോഴും പ്രൊട്ടസ്റ്റൻസ് ആവട്ടെ പലരും മേരി ഒരു സാധാരണ സ്ത്രീ, അതായത് ആ ദൈവപുത്രന് വെളിവാകുന്നതിന് വേണ്ടി വേണ്ട ഒരു ഉപകരണം എന്ന് മാത്രമേ അവർ അതിനെ സ്വീകരിക്കുന്നുള്ളൂ. പിന്നെ ഇസ്ലാമിൻ്റെ കാര്യം നമുക്കറിയാലോ, ഒരിക്കലും അവർക്ക് അങ്ങനെ ഈശ്വരനെ സ്ത്രീയായിട്ടൊന്നും ചിന്തിക്കാൻ പോലും അവർക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ പക്ഷേ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ, അതായത് ഇപ്പം പറയണു പഴയ അറേബ്യയിൽ, അതായത് ഇസ്ലാം മതം കീഴടക്കുന്നതിന് മുമ്പുള്ള അറേബ്യയിൽ തീർച്ചയായിട്ടും ദൈവീ സങ്കല്പം ഉണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ ആ യോനീപീഠം ഉണ്ടെന്നൊക്കെ അവർ പറയണു. അപ്പോൾ തീർച്ചയായിട്ടും അത് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പുസ്തകം ഉണ്ടല്ലോ, അത് വൺ ഗോഡ്, ഒരേ ദൈവം, ഒറ്റ ദൈവമേ ഉള്ളൂ, ആ ദൈവം എൻ്റെ ദൈവം മാത്രമാണെന്ന് വിചാരിക്കുന്നതോട് കൂടിയിട്ടാണ് ഈ ബഹുദേവതാവാദങ്ങളും അതായത് ഈശ്വരൻ ദൈവിയായിട്ട് മാതാവായിട്ട് അമ്മയായി കാണാനുള്ള ഭാവങ്ങളൊക്കെ അസ്തമിച്ചു തുടങ്ങിയത്. അത് ഇന്നും അങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുന്നു ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും. ഹരി ഓം, വളരെ സന്തോഷം. ഹരി ഓം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.